ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ വിഷയം എന്താണ് ഏകാന്തത എന്നതിനെ കുറിച്ചാണ്. ഏകാന്തത അഥവാ ലോൺലിനെസ് എന്ന് പറയുന്നത് ഒരു അവസ്ഥയാണ്. അതായത് നമ്മൾ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെട്ട് ഒരു സ്ഥലത്ത് തന്നെ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥയാണ്. ഈ അവസ്ഥ പലതരത്തിലുള്ള ഏകാന്തതകളുണ്ട്. പലതരത്തിലുള്ള ഏകാന്തതകൾ എന്തെന്ന് വെച്ചാൽ, ഒന്ന് സാമൂഹികമായിട്ടുള്ള ഏകാന്തതകൾ, രണ്ടാമത്തത് നമ്മുടെ സാഹചര്യവുമായി ബന്ധപ്പെട്ട ഏകാന്തതകൾ, ഒന്ന് ക്രോണിക് അഥവാ നമുക്ക് ചെറുപ്പം മുതലേയുള്ള ഏകാന്തതകൾ. ഇത് നിങ്ങളെ ഓരോരുത്തരുടെയും ജീവിത ഗതിയും സ്വഭാവവും അനുസരിച്ചിരിക്കും. അതുകൂടാതെ മറ്റൊരു ടൈപ്പ് ഉള്ളത് എന്ന് വെച്ചാൽ ഇമോഷണലായിട്ടുള്ളത്, ഇത് വൈകാരികമായ ഏകാന്തതയാണ്. ചില വൈകാരികമായ പ്രശ്നങ്ങൾ കൊണ്ട് വരുന്ന ഏകാന്തതയാണ്. നിങ്ങൾ ജീവിതത്തിൽ മുന്നേ അനുഭവിച്ചിരിക്കുന്ന സിറ്റുവേഷൻസ്, അതിൻ്റെ ഫലങ്ങൾ എന്നിവയെല്ലാം ഇതിൽ കാരണമാവും. സോഷ്യലായിട്ടുള്ളത് വരുന്നത് വെച്ചാൽ, നിങ്ങളൊരു പുതിയ സ്ഥലത്തേക്കോ അല്ലെങ്കിൽ പുതിയൊരു സാഹചര്യത്തിലേക്കോ മാറപ്പെടുമ്പോൾ ഉണ്ടാകുന്ന നിങ്ങൾക്ക് അനുഭവപ്പെടുന്ന ഏകാന്തതയായിരിക്കും. കാരണം കാര്യങ്ങൾക്കും എല്ലാം വേണ്ടിയിട്ട് നിങ്ങൾ കൂടുതൽ സ്ഥലങ്ങളിലേക്കും കൂടുതൽ ദൂരത്തേക്കും യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പരിചയമില്ലാത്തൊരു സമൂഹം നിങ്ങളിടയ്ക്ക് എത്തുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന ഒരു ഏകാന്തതയാണ്. നിങ്ങളുടെ കംഫർട്ട് സോണിന് പുറത്തുള്ള കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന കാര്യമാണിത്. രണ്ടാമത് വൈകാരികമായിട്ടാണ്. അതായത് നിങ്ങളുടെ മനസ്സിലുണ്ടാവുന്ന വികാരങ്ങൾ, അത് നിങ്ങളെ ഏകാന്തവാസിക്കുന്നതാണ്. പിന്നെ ഏകാന്തതക്ക് മറ്റൊരു കാരണം എന്ന് പറയുന്നത്, നിങ്ങൾ അമിതമായി ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് ഉപകരണങ്ങൾ, അതായത് ടെക്നോളജിയുടെ അമിതമായ ഉപയോഗമാണ്. കാരണം അപ്പോൾ നിങ്ങൾക്ക് മറ്റാരെയും ആശ്രയിക്കേണ്ടി വരുന്നില്ല. നിങ്ങളെ തന്നെ മാത്രം ഇതാക്കി ഒരു സ്ഥലത്ത് ഒതുങ്ങിക്കൂടി പോകുന്ന സാഹചര്യങ്ങളാണ്. പിന്നെ ഒന്നുള്ളത് സിറ്റുവേഷനാണ്. അതായത് നേരത്തെ പറഞ്ഞ ജോലി കൂടാതെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആരെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും സിറ്റുവേഷൻസ് ആയിരിക്കും, പല ബ്രേക്കപ്പ് അങ്ങനത്തെ പോലത്തെ സിറ്റുവേഷനുകൾക്ക് ശേഷം അനുഭവപ്പെടുന്ന ഏകാന്തതകൾ. പിന്നെ നിങ്ങൾക്ക് വിചാരിച്ച കാര്യങ്ങൾ, അതായത് നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുമ്പോൾ പറ്റുന്ന പിഴച്ചുകൾ, നിങ്ങൾക്ക് പറ്റിയ ഫെയിലിയേഴ്സ്, അതെല്ലാം ആലോചിച്ച് നിങ്ങളൊരു സ്ഥലത്തേക്ക് തന്നെ ഏകാന്തതയിലേക്ക് പോകുന്ന ഒരവസ്ഥയാണത്. ഇതൊക്കെയാണ് ഏകാന്തതയുടെ പലതരം സാഹചര്യങ്ങൾ. ഇനി ഇതിന് സൊല്യൂഷൻ എന്തൊക്കെയാണ്? സൊല്യൂഷൻ എന്ന് പറയുന്നത് വളരെ എളുപ്പമുള്ള സൊല്യൂഷൻസാണ്. ഒന്നാമത്തെ സൊല്യൂഷനായിട്ട് നിങ്ങൾ സമൂഹത്തിലേക്ക് കൂടുതലായിട്ട് ഇറങ്ങുക. അതായത് പല ആക്ടിവിറ്റീസിൽ ഇടപെടുക, പല കാര്യങ്ങളിലാക്കുക, ജനങ്ങളുമായിട്ട് ഇടപഴകുക, മറ്റുള്ളവരുമായിട്ട് നല്ലൊരു സൗഹൃദം സ്ഥാപിക്കാൻ ശ്രമിക്കുക തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങളുടെ ഏകാന്തത കുറയ്ക്കാൻ വളരെയേറെ സഹായിക്കുന്ന കാര്യങ്ങളാണ്. പിന്നെ ഉള്ള മറ്റൊരു സൊല്യൂഷൻ, നിങ്ങളൊരു പെറ്റിനെ വാങ്ങുക എന്നുള്ളതാണ്. അതായത് ഒരു വളർത്തു മൃഗത്തെ വാങ്ങുമ്പോൾ അതുമായിട്ട് കളിച്ച് സമയം കളയുമ്പോൾ നിങ്ങളെ ഏകാന്തത തനിയെ ഇതാവും. കാരണം നിങ്ങൾ ഒരിടക്ക് മാത്രം ഒറ്റപ്പെട്ട് ഇങ്ങനെ ചിന്തകൾക്ക് അടിമപ്പെട്ട് ജീവിക്കുന്നതിനേക്കാൾ നല്ലതാണ് ഒരു ജീവിയെ വളർത്തും. അതിലൊരു തകയും നിങ്ങൾക്ക് എത്തായി. സിറ്റുവേഷനിൽ മാറ്റങ്ങൾ നിങ്ങളായിട്ട് തന്നെ കൊണ്ടുവരുമ്പോൾ നിങ്ങളുടെ ഏകാന്തതക്ക് കുറവുണ്ടാവും. പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ ക്ലബ്ബ് പരിപാടി, വളണ്ടിയർ പരിപാടികളിൽ ഏർപ്പെടുക. അതായത് സമൂഹത്തിൽ നടക്കുന്ന പല പ്രോഗ്രാമുകളിലും നിങ്ങൾ അംഗമാകുക എന്നുള്ളതാണ്. കാരണം നിങ്ങൾക്ക് പറ്റിയ ക്ലബ്ബുകളും മീറ്റിങ്ങുകളൊക്കെ ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് സാഹചര്യത്തിന് പറ്റിയ ഇതിൽ ഇതാക്കുക. പിന്നെ ചില ആക്ടിവിറ്റീസ് സമൂഹത്തിന് വേണ്ടിയിട്ടുള്ളത്. നമ്മളൊരു സാമൂഹ്യ ജീവിയാണ്. മനുഷ്യൻ എന്ന് പറയുന്നത് ഒരു സാമൂഹ്യ ജീവിയാണ്. അപ്പോൾ സമൂഹത്തിന് വേണ്ടിയിട്ട് ചെയ്യാൻ കഴിയുന്ന നല്ല കാര്യങ്ങൾ ചെയ്യാനായിട്ട് വളണ്ടിയർ പരിപാടിയെല്ലാം ഏറ്റെടുക്കുക. ഒക്കെ ഇങ്ങനെ കൂടുതൽ സമൂഹവുമായിട്ട് ഇതാക്കുമ്പോൾ നിങ്ങളുടെ ഏകാന്തത മാറും. ഒറ്റയ്ക്ക് ഇരുന്ന് നിങ്ങളുടെ നേരെ ഇങ്ങനെ പോകുന്നത് കുറയ്ക്കാൻ സാധിക്കും. അതാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. അപ്പം ജീവിതത്തിൽ ഏകാന്തത പല സാഹചര്യങ്ങളിൽ അനുഭവിച്ചതായിരിക്കും. കാരണം ജീവിതത്തിൽ കടന്നു പോകുന്ന ഒരു നിമിഷമാണ്. അപ്പോൾ അതിനെ അതിൻ്റെതായ സെൻസിലെടുക്കുക, അതിനെ ഓവർകം ചെയ്യാൻ ശ്രമിക്കുക. അതിലാഴ്ന്നു പോകാതെ ഓവർകം ചെയ്യാൻ പഠിക്കുന്നവരാണ് വിജയിക്കുക. ഒക്കെ ലൈഫിൽ വിജയിക്കാൻ ഏകാന്തതയെല്ലാം മാറ്റിവെച്ച് ഉഷാറായിട്ട് നല്ല അടിച്ചു കയറി വരണം എന്നുള്ളത് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. ഓക്കെ, അപ്പോൾ അത്രയും ഇന്നത്തെ വീഡിയോ പറയാനുള്ളൂ. അപ്പോൾ ഇനി വരുന്ന ടൈപ്പ് വീഡിയോസ് ഇതുപോലത്തെ എന്താ പറയുക, ബോറിങ് വീഡിയോസ് ആയിരിക്കും. കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കുറച്ച് സ്റ്റോറി മോഡലാക്കിയിട്ട് ആയിരിക്കും വരിക. അപ്പോൾ അങ്ങനത്തെ വീഡിയോസൊക്കെ കാണാൻ സബ്സ്ക്രൈബ് ചെയ്ത് കാത്തിരുന്നോ. നമ്മൾ കുറേ മാറ്റങ്ങൾ വരുത്താൻ പോവാണ്. സ്റ്റോക്ക് വീഡിയോസിനെല്ലാം പകരം നമ്മളതായ കുറച്ച് കോൺസെപ്റ്റൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ഓക്കെ, അതൊക്കെ സക്സസ്ഫുള്ളി വർക്ക് ചെയ്യുകയാണെങ്കിൽ നാളത്തെ വീഡിയോ
ഇതുപോലത്തെ ആയിരിക്കില്ല, അതൊരു സ്പെഷ്യൽ ഇതായിരിക്കും. ഓക്കെ, ഇന്ന് കുറച്ച് മോഡിയോ ഡിവൈസിനൊക്കെ മാറ്റം വരുത്തിയിട്ടുണ്ട്. ഞാനിത് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് അപ്ലോഡ് ചെയ്യും. ഓക്കെ, ബൈ ഗൈസ്, സി യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ദിസ് ഈസ് സൈനിങ് ഔട്ട് ഫ്രം മല്ലു മോട്ടിവേറ്റ്. സൈനിന് പറയാൻ മറന്നു പോയി, സംശയമുണ്ട് കേട്ടോ. അപ്പോൾ ഇതുവരെ ആരും കണ്ടിട്ടുണ്ടെങ്കിൽ മേമിട്ടോ വീഡിയോ കഴിഞ്ഞിരിക്കുന്നു. ബൈ.